500 കോടി രൂപ ക്ഷേത്രത്തിന് ഒരു ഭക്തൻ നൽകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ നിക്ഷിപ്ത താല്പര്യക്കാരായുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കടുംപിടുത്തം കാരണം അത് നടപ്പിലാവുന്നില്ല. അവർ കോളം ന്യൂസ് പത്രങ്ങളിലും ചാനലിൽ അവർ വന്ന് നേരെ ചോറ്റാനിക്കട അകത്ത് വന്നിട്ട് ശ്രീകോവിലിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുക. ഇയാൾ ഇവിടേക്ക് എങ്ങനെ വന്നത് എന്ന് തന്നെ ചോദിച്ചു. അപ്പോൾ ഒരു മാരുതി കാറിലാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്നത്. പ്രസിഡന്റിന് സംശയം, സെക്രട്ടറിക്ക് സംശയം, കമ്മീഷണർക്ക് സംശയം, പക്ഷേ ഈ ആൾക്ക് മാത്രം സംശയം. ഇതിനൊക്കെ ചൂട്ടുപിടിക്കാനായിട്ട് ഇതിനകത്തൊരു മെമ്പർ, ദേവസ്വം മെമ്പർ, ഒറ്റൊരാൾ മാത്രം, സീനിയറായിട്ടുള്ള പാർട്ടി നേതാവാണ്. ആ ദിവസത്തിന് മുമ്പ് ഇയാൾ ചെയ്തെന്താ പറയുക, ഗണസ്രാവൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേവസ്വം ഓംബുഡ്സ്മാനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് ജഡ്ജി ഇയാളെ ഓടിച്ചു. സാർ, ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ സ്റ്റേറ്റ് വിജിലൻസ് ഓഫീസറായിരുന്നു, ചീഫ് വിജിലൻസ് ഓഫീസർ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഞാൻ 2016 മുതൽ 2021 വരെ ആയിരുന്നു അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ചോറ്റാനിക്കര മുതൽ ഇങ്ങനെ തൃശ്ശൂർ ജില്ലയുടെ അങ്ങ് വടക്കേറ്റം വരെയുള്ള 423ഓളം ക്ഷേത്രങ്ങളുണ്ട് ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ. അതിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നൊരു അമ്പലമാണ് ചോറ്റാനിക്കര. അപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഒരിക്കലും വലിയൊരു കോടീശ്വരൻ വന്നിട്ട് വലിയൊരു വാഗ്ദാനം കൊടുക്കുകയാണ്. ചോറ്റാനിക്കര ക്ഷേത്രം പുതുക്കി പണിയാം, ഹെലിപ്പാഡ് പണിയാം. കാരണം അയാൾക്ക് ചോറ്റാനിക്കര വന്നതിന് ശേഷമാണ് ഒരു പെൺകുട്ടി ഉണ്ടായത്. അപ്പോൾ അന്ന് ഏറ്റിട്ടുള്ളതാണ് 500 കോടി രൂപ ചോറ്റാനിക്കര അമ്പലത്തിന് വേണ്ടി നീക്കി വയ്ക്കുകയാണ്. അപ്പോൾ അത് വലിയ വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. കാര്യങ്ങളങ്ങനെ നീങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീറ്റിങ്ങുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബാംഗ്ലൂരാണ് ഇയാളുടെ, ഗണസ്രാവൺ അതാണ് അയാളുടെ പേര്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ വരുന്നത്. അങ്ങനെ ഇവിടെ വന്നു ദേവസ്വം ബോർഡ് മെമ്പർമാരും മറ്റുള്ളവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ്. അപ്പോൾ അയാൾ വന്നിട്ട് ഒരിക്കൽ വന്നിട്ട് കുറേ ആളുകൾ അയാൾ കൂടിയുണ്ട്. ഐഡൻറ്റിറ്റി ഒന്നും അറിയില്ല. അവർ വന്ന് നേരെ ചോറ്റാനിക്കട അകത്ത് വന്നിട്ട് ശ്രീകോവിലിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുക. അങ്ങനെ വളരെ സെക്യൂരിറ്റി ഏരിയ ആണ് അത്. അവിടെയൊക്കെ ഒരു നമ്മുടെ ലോക്കൽ പോലീസിൻ്റെ ഒന്നും ഇതില്ലാതെ എടുക്കുക. ഇവരാരാന്ന് പോലും അറിയില്ല. അപ്പോൾ ഒരു ദിവസം പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ഇതൊന്ന് ശ്രദ്ധിക്കണം, വിജിലൻസ് ഒന്ന് ശ്രദ്ധിക്കണം, അടുത്ത മീറ്റിങ്ങിൽ വിജിലൻസ് ഓഫീസിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും ഈ MOU ഒക്കെ, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ധാരണാപത്രം ഉണ്ടല്ലോ, അതൊക്കെ ടൈപ്പായി, അത്ര എത്തി. അപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സെക്രട്ടറി ആരാൻ കണ്ടായിട്ട് അവിടുത്തെ കമ്മീഷണർ, കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഒരു കമ്മീഷണറുണ്ട്, ദേവസ്വം കമ്മീഷണർ, അവരാവുക. അങ്ങനെ ബാക്കി ഭാഗങ്ങളൊക്കെ അയാൾക്കാവുക, ഈ ഗണസ്രാവണാവുക. എന്നിട്ട് 500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്താൻ പോവുകയാണ്. ക്ഷേത്രത്തിന് ഉയരം കൂട്ടുന്നു, സ്വർണം പൂശുന്നു, ഒരുപാട് വലിയ പദ്ധതികളായിട്ടാണ് വരുന്നത്. വലിയ എഞ്ചിനീയറിംഗ് ടീമൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നോട് തന്നെ അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം ആദ്യം അന്വേഷിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ചോറ്റാനിക്കരയ്ക്ക് കോടീശ്വരനാണല്ലോ, 500 കോടി രൂപ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എത്രയോ വലിയ ശതകോടീശ്വരനായിരിക്കണം. ഇയാൾ ഇവിടേക്ക് എങ്ങനെ വന്നത് എന്ന് തന്നെ ചോദിച്ചു. അപ്പോൾ ഒരു മാരുതി കാറിലാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്നത്. ആ ഡ്രൈവറോട് പോയി എൻ്റെ ആൾക്കാരോട് ചോദിപ്പിച്ചു, എവിടെ താമസിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ചോറ്റാനിക്കരത്ത് ഒരു മീഡിയം ഇതിലാണ് താമസിക്കുന്നത്. ഇയാൾ അഡ്രസ്സ് എടുത്തു. അഡ്രസ്സ് ഇത് ബാംഗ്ലൂർ സിറ്റിയിലൊരു സ്ഥലമാണ്. അപ്പോൾ ബാംഗ്ലൂർ എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അവരെ കൊണ്ട് അവിടെ പോയിട്ട് ഇയാൾ ആ ഹൗസ് അഡ്രസ്സിൽ പോയി അന്വേഷിച്ചു. അത് പൂട്ടിക്കിടക്കുക. ഒരു സാധാരണ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഇയാൾ താമസിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് തരാൻ പറഞ്ഞു. ഇയാൾ വലിയ കോടീശ്വരനാണെങ്കിൽ അയാൾക്ക് ഒരുപാട് സ്വർണ്ണഖനികളും, ആഫ്രിക്കയിലൊക്കെ സ്വർണ്ണഖനി ഉണ്ടെന്നാണ് ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ ചൂട്ടുപിടിക്കാനായിട്ട് ഇതിനകത്തൊരു മെമ്പർ, ദേവസ്വം മെമ്പർ, ഒറ്റൊരാൾ മാത്രം, സീനിയറായിട്ടുള്ള പാർട്ടി നേതാവാണ്. അദ്ദേഹം മാത്രമാണ് എല്ലാ കാര്യങ്ങൾക്കും ഇയാൾക്ക് ഒത്തത്. പ്രസിഡന്റിന് സംശയം, സെക്രട്ടറിക്ക് സംശയം, കമ്മീഷണർക്ക് സംശയം, പക്ഷേ ഈ ആൾക്ക് മാത്രം സംശയമില്ല. പക്ഷേ അയാളാണ് ദേവസ്വം ബോർഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫോഴ്സ്. അപ്പോൾ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ നോക്കിയപ്പോൾ, കമ്പനി ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിലൊന്നും ഇയാൾക്ക് കാര്യമായിട്ടുള്ളതൊന്നും കാണുന്നില്ല. അതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. അതിൽ ഇയാൾക്കൊരു ഷെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിലൊരു ഫേക്കാണെന്നുള്ള ഒരു തോന്നൽ. അപ്പോൾ അത് നമ്മൾ തൽക്കാലം വിജിലൻസ് ഞാൻ റിട്ടേണായിട്ട് എഴുതി കൊടുത്തു, ഇത്രയും കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനുണ്ടെന്നും അതുവരെ മെമ്മോയിൽ ഒപ്പിടാൻ പാടില്ല എന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വലിയ സമ്മർദ്ദം വന്നു. അപ്പോൾ പത്രക്കാരുടെ അടുത്ത് ഇയാൾ തന്നെ ഒരു ആദ്യ പത്രസമ്മേളനം നടത്തി. ഈ ചോറ്റാനിക്കര വന്നിട്ട് 500 കോടി രൂപ ക്ഷേത്രത്തിന് ഒരു ഭക്തൻ നൽകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ നിക്ഷിപ്ത താല്പര്യക്കാരായുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കടുംപിടുത്തം കാരണം അത് നടപ്പിലാവുന്നില്ല. അവർ കോളം ന്യൂസ് പത്രങ്ങളിലും ചാനലിലൊക്കെ
അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ദേവസ്വം വകുപ്പിലെ ഏറ്റവും ഉന്നതനായ ആളാരാണോ അത്ര ഞാൻ പറയുന്നുള്ളൂ, അദ്ദേഹം വന്ന് ഈ ഗണശ്രാവണും കൂടി ഒരുമിച്ച് പത്രസമ്മേളനം നടത്തി ചോറ്റാനിക്കര. അദ്ദേഹം ഇന്ന് സ്വർണ്ണക്കൊള്ള ആയിട്ട് ബന്ധപ്പെട്ട ശബരിമല കേസിലും അയാൾ ആരോപണം നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയായപ്പോൾ പിന്നെ എന്താണ് വഴിയെന്നായി. അപ്പോഴേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറി, പുതിയ പ്രസിഡന്റ് വന്നു. അപ്പോൾ പുതിയ പ്രസിഡന്റിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇത് തലവെച്ച് കൊടുക്കരുത്, ഇവരൊക്കെ അങ്ങ് പോവും, ഇതെന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ ഇത് പോവും, രാഷ്ട്രീയക്കാരും ഇവരൊക്കെ പറയണതൊക്കെ കയ്യിൽ നിന്ന് പോവും, അത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ പ്രസിഡന്റിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ദേവസ്വം ഓംബുഡ്സ്മാൻ ജഡ്ജുണ്ട് രാമൻ സാർ എറണാകുളത്ത്, അവിടെ നമുക്ക് ഇത്ര രൂപയിൽ കൂടുതൽ ഇത് കൺസ്ട്രക്ഷൻ വരണമെങ്കിലും 20 ലക്ഷം മറ്റോ ഒന്നുണ്ട്, അതിൽ കൂടുതലുണ്ടെങ്കിൽ ദേവസ്വത്തിൻ്റെ ഇതിന് പെർമിഷൻ വേണം. അത് വെച്ച് ദേവസ്വം അവിടേക്ക് അത് കൊടുത്തു, ഓംബുഡ്സ്മാനിലേക്ക് കൊടുത്തു. ഇയാൾ ഓംബുഡ്സ്മാനിലേക്ക് അയാളെ വിളിപ്പിച്ചു. അയാൾ വലിയ ഇതേ സ്റ്റാൻഡിൽ തന്നെ നിന്നു ഓംബുഡ്സ്മാനോട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹിയറിംഗ് വെച്ചു അടുത്ത ദിവസത്തേക്ക്. ആ ദിവസത്തിന് മുമ്പ് ഇയാൾ ചെയ്തെന്താ പറയുക, ഗണശ്രാവം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേവസ്വം ഓംബുഡ്സ്മാനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അവിടെ ചെന്ന് എന്തിനൊക്കെയോ അയാളെ വീട്ടിലൊക്കെ ചെന്നു. അവിടെ നിന്ന് ജഡ്ജി അയാളെ ഓടിച്ചു. പിന്നെ അയാൾ ഒരിക്കലും ഒരു ഹിയറിങ്ങിനും ഒരു സിറ്റിങ്ങിനും വന്നില്ല. അന്വേഷിച്ചപ്പോൾ അത് എന്താ നിഷ്ഫലമായി പോയതാണ്. അല്ലെങ്കിൽ ഈ ചോറ്റാനിക്കരൻ്റെ ഉള്ളിലുള്ള ഇതുകളും ഇതുപോലെ തന്നെ മറ്റൊരു സംഭവമായിട്ട് മാറിപ്പോയാണ്. അപ്പോൾ ഞാൻ അതിൽ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഏത് രാഷ്ട്രീയ നേതാവ് പറഞ്ഞാലും, ഏത് മന്ത്രി പറഞ്ഞാലും, ഏത് മുകളിൽ പറഞ്ഞാലും, ഓരോ ഉദ്യോഗസ്ഥനും അയാളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ അയാൾക്ക് കെൽപ്പുണ്ടെങ്കിൽ ഒരാളും അവരെ കൂടെ തലയിൽ കൂടെ നിരകില്ല. അപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞ് ഞാൻ എന്താ ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. അല്ല, അയാൾ ദൈവത്തിന് തുല്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാതെ അങ്ങനെ ചെയ്യണ കാര്യമില്ല. അപ്പോൾ ഒരു നിലപാടുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിലാണെന്നുണ്ടായിരുന്നത്. അതുപോലെ കമ്മീഷണറും സെക്രട്ടറിയും അവരും അതേപോലെ ഒരു ഉദ്യോഗസ്ഥരല്ലേ. പക്ഷെ അവർ ഉറച്ച നിലപാടെടുത്തുകൊണ്ട്, അപ്പോൾ അതാണ് അതിൽ സന്ദേശം. അത് എപ്പോഴും മേലുള്ള ആൾക്കാരെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. സാർ, കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കവർച്ചകൾ ഇപ്പോൾ കേരളത്തിൽ നമ്മളൊക്കെ കേൾക്കുന്നതാണ്. ദിനം പ്രതി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള, അങ്ങനെ പല വിധത്തിൽ. പ്രത്യേകിച്ച് ഈ ടെമ്പിൾ സ്ക്വാഡിനെ കുറച്ചു കാലം സാർ നയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഞാൻ സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിൻ്റെ സ്റ്റാറ്റ്സ് എന്നാണ് അന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ മോഷണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം അന്ന് നിരവധി മോഷണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആലുയ്ക്ക് അടുത്ത് കാലടിയിൽ ആദിശങ്കരൻ്റെ ഒരു ക്ഷേത്രത്തിലൊക്കെ ഉള്ള പച്ച നിറത്തിലുള്ള ഒരു വിഗ്രഹങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് അപൂർവ വിഗ്രഹങ്ങളൊക്കെ മോഷണം പോയ കേസുകൾ. അതുപോലെ തന്നെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ വലിയൊരു കവർച്ച, ഇപ്പോഴും ഇത് രണ്ടും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി മാത്രമായിട്ടാണ് ഈ ടെമ്പിൾ സ്ക്വാഡ് എന്ന് പറഞ്ഞ വലിയൊരു യൂണിറ്റ് ഇതൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ കാലക്രമേണ പല സ്ഥലത്തും CCTV ക്യാമറകളും വാച്ച്മാൻമാരും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയതോടുകൂടി ക്ഷേത്രമോഷണങ്ങൾ കുറയാൻ തുടങ്ങി. അപ്പോൾ DGP ഒരു കാര്യം ചെയ്തതെന്താ വെച്ചാൽ, പല സ്ഥലത്തും തെളിയാത്ത ഒരുപാട് സെൻസേഷനായിട്ടുള്ള ക്രൈംസ് ഉണ്ട്, അതിൻ്റെ അന്വേഷണ ചുമതല തന്നു. അതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ഒരു വർഷ കേസ്